നമസ്കാരം. ജനുവരി 21 സിനിമാ സമരം പ്രഖ്യാപിച്ച് സംഘടനകൾ. നമുക്കറിയാം, ജനുവരി 21 ഇപ്പോൾ സൂചനാ പണിമുടക്ക് സിനിമാ സംഘടനകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പലതവണ സർക്കാരുമായിട്ട് പലതവണ ചർച്ച നടത്തിയെങ്കിലും സർക്കാരിൽ നിന്നും ഒരു അനുകൂല തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ സംഘടനകൾ സിനിമാ സമരവുമായി മുന്നോട്ട് പോകുന്നത്. 21 ഷൂട്ടിങ്ങുകൾ നിർത്തിവെച്ചുകൊണ്ട് കേരളത്തിന് പുറത്തും നടക്കുന്ന മലയാള സിനിമയുടെ എല്ലാ ഷൂട്ടിങ്ങും നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തിനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അത് വലിയ പ്രതിസന്ധിയിലേക്ക് സർക്കാർ പോകുന്ന നിലയിലേക്കാണ്. കാരണം സർക്കാർ ഇതിനു മുമ്പ് പല ചർച്ച നടത്തിയെങ്കിലും ഒരു കാര്യത്തിനും തീരുമാനമുണ്ടാക്കാതെ വന്നപ്പോഴാണ് ഇത്തരമൊരു സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റർടൈൻമെൻറ്റ് ടാക്സ് തന്നെയാണ്. ഇത് നമുക്കറിയാം, GSTക്ക് പുറമെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ചുമത്തുന്ന ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. ഒന്ന് ആലോചിക്കണം, ഈ സിനിമാ സംഘടനകൾ സമരം നടത്തുന്നതിൻ്റെ കാരണം വ്യക്തമാക്കുന്നു. GSTക്ക് പുറമെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് കൊടുക്കുന്ന ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. ഇത് നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പലതവണ സർക്കാരിനടുത്ത് സമീപിച്ചു, മെമ്മോറാണ്ടം കൊടുത്തു, പലതവണ ചർച്ചയ്ക്ക് പോയി, എങ്കിലും ഒരു തീരുമാനമുണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ലൈസൻസ് കാലാവധി മിനിമം 5 വർഷം ആക്കണം, ഷൂട്ടിംഗ് ഏകജാലക സംവിധാനം വേണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത്. അതോടൊപ്പം തന്നെ 21 മുതൽ സർക്കാരുമായി ഒരു സഹകരണത്തിനുമില്ല എന്ന് വിട്ടാൽ, സർക്കാരുമായിട്ട് സഹകരിക്കില്ല എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ തിയേറ്ററുകളാണ്, കൈരളി ഉൾപ്പെടെയുള്ള കലാഭവൻ ഉൾപ്പെടെയുള്ള സർക്കാർ തിയേറ്ററുകളാണ്. ആ തിയേറ്ററുകളൊന്നും സിനിമ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകാതെ സർക്കാരുമായിട്ട് സഹകരിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സിനിമാ സംഘടനകൾ ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും 21 കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും അടച്ചിട്ടുകൊണ്ട്, കേരളത്തിലെ എല്ലാ ലൊക്കേഷനുകളും ഷൂട്ടിംഗ് നിർത്തിവെച്ചുകൊണ്ട് ഒരു സൂചനാ പണിമുടക്കുമായി മുന്നോട്ട് പോകുന്നു. ഇതിന് തീരുമാനമുണ്ടെങ്കിൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകാനും സംഘടന മുന്നോട്ട് വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം.